കേരളത്തിൽ ഇസ്ലാം വിട്ടുപോയ ചില ആളുകളുണ്ട്. ഒന്ന് രാമസിംഹം, അറിയാം, അലി അക്ബർ, അദ്ദേഹത്തിന്റെ പൂർവാശ്രമത്തിലെ നാമതാണ്, ജാമിദ, ആരിഫ് ഹുസൈൻ, ഇങ്ങനെയുള്ള ആളുകൾ എന്താണ് ഇന്ന് ചെയ്യുന്നത് എന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുക. ഈ ആരിഫ് ഹുസൈനും ജാമിദയും ഒക്കെ മതം വിട്ടുപോയി, അതുപോലെ തന്നെ നമ്മുടെ രാമസിംഹനുമൊക്കെ. എൻ്റെ പൊന്നു ഉസ്താദെ, അവരാരെങ്കിലും കൊല്ലാൻ പോയിട്ടുണ്ടോ? അവരെവിടെയെങ്കിലും ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടോ? അവർ വളരെ നന്നായി നല്ല എൻലൈറ്റഡ് ആയിട്ടുള്ള മനുഷ്യരാണ്. അവരിത് ഇസ്ലാം എന്ന് പറയുന്ന ഈ കാളകൂട വിഷയത്തെപ്പറ്റി നന്നായി പഠിച്ച് മനസ്സിലാക്കി ആളുകളെ പഠിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. മദ്യം വിളമ്പുന്ന യേശു, മാതൃബഹുമാനമില്ലാത്ത യേശു, കളവ് പറയുന്ന യഹോവ, ഹിന്ദുക്കൾ, ബഹുദൈവ വിശ്വാസികൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളെ അപമാനിക്കുന്ന രീതി നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഈ കേരളത്തിൽ എന്നാണ് ഇസ്ലാം വിമർശനം ആരംഭിച്ചത്? ഞാനൊക്കെ 2000 ഒരു പുസ്തകം മേടിച്ച്, ഖുറാൻ പുസ്തകം മേടിച്ച് വായിച്ചതാണ്. 2000 വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിക്കുന്ന കാലത്താണ് ഞാനൊരു പുസ്തകം മേടിച്ച് വായിച്ചത്. ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ തിന്മകളും, അതോടൊപ്പം തന്നെ അന്യമത വിരോധവും, ബഹുദൈവ വിശ്വാസികളോടുള്ള സമീപനവും, ക്രിസ്ത്യാനികളോടും ജൂതനോടുള്ള വിരോധവും എല്ലാം വായിച്ചിട്ട് അതെല്ലാം അണ്ടർലൈൻ ചെയ്ത് കൃത്യമായി നോട്ട് എഴുതി എൻ്റെ ഖുറാനിൽ വെച്ചിട്ടുള്ള ആളാണ്. പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് ഇന്ന്, എനിക്കറിയത്തില്ല ഇദ്ദേഹത്തെ പറ്റി, ഒരു ഉസ്താദാണ് എന്നെനിക്ക് തോന്നുന്നു, വേഷഭൂഷാദികൾ കൊണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. നമ്മളെല്ലാവരും പേനയും പേപ്പറും എടുക്കണം, കാരണം വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു ക്ലാസ്സാണ്. ആധുനിക ലോകത്തിൻ്റെ മൂല്യങ്ങളെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇസ്ലാമിലൂടെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. അപ്പം ആദ്യം തന്നെ ക്ലാസ്സിലേക്ക് പോകാം, ഒരാളുടെ സമയം കളയുന്നതിന് മുമ്പ്. ഇസ്ലാമിന്റെ ശവപ്പെട്ടിൽ അവസാനം താണിയടിക്കാൻ പോവാണ്. ആർക്കെങ്കിലും ഇസ്ലാമിനെ രക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം വന്ന് രക്ഷിച്ചോളി, ഒലിച്ചു പോകാൻ പോവാണ്, കേട്ടോളി. ഇസ്രായേൽ സംഭവിക്കുന്നത്, ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയാണ്. അത് പപ്പടം പോലെ പൊടിയാണ്. ഇനി അതിന്റെ ആശയപരമായി മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാരണം അതിന്റെ സ്പിരിച്വൽ സൈഡ് വളരെ മോശം. പൊളിറ്റിക്കൽ ഇസ്ലാമാണ് വളരെ മോശം. മഹാനായ വിൽസൺ ചർച്ചിൽ പറഞ്ഞു, മുഹമ്മദ് ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഈവിളും ഇൻഹ്യൂമനും ഒഴിച്ച് വേറെ ഒന്നുമില്ലെന്ന് പറഞ്ഞത്. വേറൊന്നുമില്ല. ഇതിനൊക്കെ മറുപടി പറഞ്ഞ് നമ്മുടെ സമയം, നമ്മുടെ ഊർജം, നമ്മുടെ തൊണ്ടയിലെ വെള്ളം വറ്റിക്കുന്നതിന് പകരം ചില കാഴ്ചകൾ, ചില യാഥാർത്ഥ്യങ്ങൾ കാണിച്ചു കൊടുത്താൽ മാത്രം മതി. ഇപ്പൊ വയനാട് സ്വദേശി, എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, അദ്ദേഹം ഇറ്റലിയിലെ നെപ്പിൾസിലാണ് ജോലി ചെയ്യുന്നത്, നമ്മുടെ നെപ്പോളിയന്റെ നാട്ടിൽ. അവിടെ ഓരോ വെള്ളിയാഴ്ച കഴിയുമ്പോഴും ആളുകൾ കാണുന്ന നയനമനോഹരമായ കാഴ്ചയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പങ്കുവെക്കുകയാണ്. വെറുതെ നമ്മൾ വർത്താനം പറഞ്ഞ സമയം കളയണ്ടല്ല. ഓരോ ജുമ്മ കഴിയുമ്പോഴും ഈ ഇറ്റലിയൻ നെപ്പിൾസിൽ നടക്കുന്ന എന്താണെന്ന് നിങ്ങൾ കണ്ടു നോക്ക്. കുറച്ച് സമയം അതിനുവേണ്ടി വിട്ടുതരാം. പിന്നെ ഇതിപ്പോ നമ്മുടെ ലൈവായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിലേക്ക് ജുമസ്കാരത്തിന് ശേഷം ഇസ്ലാമിലേക്ക് വരുന്ന ഒരുപാട് യുവാക്കളും യുവതികളും ഉണ്ടാവാറുണ്ട്. ഇതിപ്പോ 2 പയ്യന്മാരാണ് സാധാരണ വരലുണ്ട്. ഇപ്പൊ നല്ല ക്രീക്കൻ 2 ചെക്കന്മാർ വന്നതാണ്. ഒരാളെ പേര് ഫ്രെഡറിക്കോ, ഒരാളെ പേര് അലക്സാൻഡ്രോ. 2 ആളും ഇറ്റലി തന്നെയാണ്. ഇറ്റലിയിലുള്ള 2 ആൾക്കാരാണ്, 2 പയ്യന്മാരാണ്. അവരൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ച് പള്ളിയിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നതാണ്. ഇസ്ലാമിലേക്ക് വന്ന ആൾക്കാരാണ്. എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിലെ 2-3 ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് മുമ്പ് മെസ്സേജ് അയച്ചു. ഇത് കഴിഞ്ഞ ആഴ്ചയിൽ ഇതേപോലെ ഇറ്റലിക്കാരിയാണ് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടാവും. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ ഉള്ളിലുള്ള ചെറിയൊരു സംസ്ഥാനമായ കേരളത്തിന്റെ ഇട്ടാവട്ടത്തിൽ രാവും പകലും ഇസ്ലാമോഫോബിയയും ഇസ്ലാം മത വിദ്വേഷവും. ഇനി നമുക്ക് ഇദ്ദേഹത്തിനോട് മറുപടി പറയേണ്ട കാര്യമില്ല. നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം. ഇത് ശ്രദ്ധിച്ചു കേൾക്കണേ ഉസ്താദ്. ഇത് ക്ലാസ്സിലൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇതും കൂടെ. You don't know what angle he's playing. Traveling between atheism, hardline Islam, English and Arabic. In 1 minute he is 007. On the other side he is now part of the militant circle. Between being an agent for Western intelligence and a sworn member of Al-Qaeda. Storm says he was a double agent, so trusted by Al-Qaeda terror leaders, he even fixed one up with a blonde European wife. Brother, this is me without a headscarf. A unique, powerful weapon in the war on terror, who says he got results. I have been responsible for 30 kills. 30 terrorists killed. Yeah.
in a race against time, trying to ആ സുഹൃത്തുക്കളെ, ഇത് ഈ വീഡിയോ മുഴുവൻ ഉസ്താദിനെ കാണിക്കാൻ പോയാൽ ഒരുപാട് സമയം പോകും. അതുകൊണ്ട് CNN-ലെ മോർട്ടൻ സ്റ്റോം എന്ന് പറഞ്ഞ ഡാനിഷ്, അതായത് ഡെൻമാർക്കുകാരനായിട്ടുള്ള ഒരാളുടെ സ്റ്റോറിയാണിത്. ഈ സ്റ്റോറിയിൽ ഉള്ള ഇതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു ക്രിസ്ത്യനായിരുന്നു. പിന്നീട് ഇസ്ലാം ഒരു ലൈബ്രറിയിൽ പോയി മുഹമ്മദിനെ പറ്റി എന്തോ ഒരു പുസ്തകം വായിച്ചു. അദ്ദേഹം പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഏകദേശം 30-ാമത്തെ വയസ്സിലായപ്പോഴത്തേക്ക് ഇദ്ദേഹം ഒരു ഗുണ്ടയൊക്കെ ആയിരുന്നു. അത്യാവശ്യം അക്രമവും പിടിച്ചുപറിയൊക്കെ നടന്നതാണ്. അപ്പോൾ ഈ മുഹമ്മദിനെ പറ്റിയുള്ള പുസ്തകം വായിച്ച് ഇദ്ദേഹം ടെററിസ്റ്റായി മാറുകയാണ്. അപ്പോൾ ഒരു ഗുണ്ടയെ എത്രമാത്രം കൂടുതൽ ഗുണ്ടയാക്കാൻ ഇസ്ലാമിന് കഴിയും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം ഇദ്ദേഹം ഈ മോർട്ടൻ സ്റ്റോം ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇദ്ദേഹം അൽഖ്വയ്ദ ക്യാമ്പിൽ ബില്ലാദിൻ്റെ അഫ്ഗാനിസ്ഥാനിലുള്ള ക്യാമ്പിൽ പോയി പങ്കെടുക്കുന്നു. അതിനുശേഷം തിരിച്ചു വരുന്നു. അതിനുശേഷം ഇദ്ദേഹം യൂറോപ്പിൽ മുഴുവൻ തന്നെ ടെററിസ്റ്റ് നെറ്റ്വർക്കിൻ്റെ മുഴുവൻ ഒരു മെസ്സഞ്ചറായി മാറുന്നു. അതിനുശേഷം പിന്നീട് ഇദ്ദേഹം നോർത്ത് ആഫ്രിക്കയിൽ പോകുന്നു. അങ്ങനെ ഈ ലോകത്ത് മുഴുവനുള്ള ഈ അൽഖ്വയ്ദ നെറ്റ്വർക്കിൻ്റെ മുഴുവൻ ലീഡറായി ഇദ്ദേഹം മാറുന്നു. ഇദ്ദേഹം ലണ്ടനിൽ വന്ന് വലിയ പ്രകടനം നടത്തുന്നു. അതുപോലെ തന്നെ എല്ലാ ആക്രമണങ്ങളെയും ന്യായീകരിക്കുന്നു. ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ജൈത്രയാത്ര മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോകം മുഴുവൻ ശരിയാ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് കമ്പ്യൂട്ടറിൽ വാട്ട് ഈസ് എ കോൺട്രഡിക്ഷൻ ഓഫ് ഖുറാൻ എന്ന് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. അതിൽ നിന്ന് ഇദ്ദേഹത്തിന് കിട്ടിയ റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഖുറാനിലെ ഭീകരമായ കോൺട്രഡിക്ഷൻസ് ആയിരുന്നു. ഇത് നിങ്ങൾ ആർക്കെങ്കിലും സമയമുള്ളപ്പോൾ ഈ CNN-ൻ്റെ വീഡിയോ കണ്ടാൽ അദ്ദേഹം അത് കൃത്യമായി പറയുന്നുണ്ട്. ഇനി ഉസ്താദിന് ഇംഗ്ലീഷ് ഭാഷ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പം ശൈത്താൻ്റെ ഭാഷയാണല്ലോ, അത് മനസ്സിലായോ എനിക്കറിയത്തില്ല. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാകുന്ന ആരെക്കൊണ്ടെങ്കിലും ഉസ്താദ് ഇത് ചോദിച്ച് മനസ്സിലാക്കണം. അപ്പം ഈ പറയുന്ന പൊട്ടത്തരങ്ങൾക്ക് ഇത് മറ്റേ നമ്മുടെ ആരിഫ് ഹുസൈനൊക്കെ പറയുന്ന വേറൊരു വേർഡ് കൂടെ ഉണ്ട് ഈ പൊട്ടത്തരത്തിന്, അത് ഞാൻ ഉപയോഗിക്കുന്നില്ല. ആ പൊട്ടത്തരം പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുമ്പം ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഇദ്ദേഹം അതിനുശേഷം പിന്നീട് ഈ ഖുറാൻ്റെ കോൺട്രഡിക്ഷൻസ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്ത് കാതലായ ഒന്നുമില്ലെന്നും ഇത് ചുമ്മാ കോപ്പി അടിച്ചൊരു സാധനമാണെന്നും അതുപോലെ തന്നെ മുഹമ്മദ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും രാഷ്ട്ര സ്ഥാപനത്തിനും കൊള്ളയ്ക്കും അതുപോലെ തന്നെ പെണ്ണുപിടുത്തനും ഒക്കെയുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണ് ഇതെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റിയപ്പോൾ അദ്ദേഹം ഇതെല്ലാം മടുത്ത് അവസാനം ഓസ്ട്രിയയിലെ ഡാനിഷ് എംബസിയിലേക്ക് ചെന്നു. ഡാനിഷ് എംബസിയിൽ ചെന്നിട്ട് പറഞ്ഞു, ഐ വാണ്ട് ടു സ്പീക്ക് വിത്ത് എ ഇൻ്റലിജൻസ് ഓഫീസർ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഇൻ്റലിജൻസ് ഓഫീസറുമായി സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അത് ആദ്യം ഓർഡർ ചെയ്തു, എനിക്ക് അല്പം ഐ വാണ്ട് ഈറ്റ് സംതിങ് എന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞതെന്നു വെച്ചാൽ എനിക്ക് കുറച്ച് പോർക്കും അതുപോലെ തന്നെ ബിയറും കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം മുസ്ലിം ഡ്രസ്സിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തോട് ഇപ്പോൾ ചോദിച്ചു, നിങ്ങളൊരു മുസ്ലിം അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഈ പോർക്ക് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ മുസ്ലിം അല്ല, എനിക്ക് പോർക്ക് കഴിക്കാം, എനിക്ക് ബിയർ കഴിക്കാം, അതുകൊണ്ട് എനിക്കത് കൊണ്ടുത്തരാൻ പറഞ്ഞു. അത് ഉടനെ ഇവർ കൊടുത്തതിന് ശേഷം ഒരു ഇൻ്റലിജൻസ് ഓഫീസറെ ഇദ്ദേഹത്തെ മുടിച്ചു കൊടുക്കുന്നു. ഈ ഇൻ്റലിജൻസ് ഓഫീസറോട് ഇദ്ദേഹം പറയുന്നു, എനിക്ക് ഇവരിലുള്ള മുഴുവൻ നെറ്റ്വർക്കുകളും അറിയാം, ഞാൻ നിങ്ങളെ സഹായിക്കാം, അതായത് ഈ വാർ അഗൻസ്റ്റ് ടെററിസത്തെ സഹായിക്കാം, അതുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കണമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഇൻ്റലിജൻസ് ഓഫീസർ വളരെ പെട്ടെന്ന് തന്നെ ഈ വിവരം ഡെൻമാർക്കിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് അറിയിക്കുന്നു. ഡെൻമാർക്കിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് CA അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ MI6 ബ്രിട്ടൻ്റെ MI6 അറിയിക്കുന്നു. MI6 അതുപോലെ തന്നെ CAയും ഇദ്ദേഹത്തെ വന്ന് കാണുന്നു, ഇൻ്റർവ്യൂ ചെയ്യുന്നു. ആദ്യം ഇദ്ദേഹത്തിന് കൊടുക്കുന്ന ടാസ്ക് എന്ന് പറഞ്ഞ് ആ ഗ്രാൻഡ് മോസ്കിൻ്റെ തലസ്ഥാനത്തുള്ള ഗ്രാൻഡ് മോസ്കിൻ്റെ അടുത്തൊരു റൂം എടുത്ത് താമസിക്കുന്നു. ഈ മോസ്കിൽ സ്ഥിരമായിട്ട് പോകുന്നു, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഏകദേശം 30ഓളം പ്രതികളുണ്ടായിരുന്നു ഈ കെനിയൻ എംബസി, അമേരിക്കൻ എംബസിക്കെതിരെയുള്ള ആക്രമണത്തിൽ. ആ ആക്രമണത്തിൽ 30ഓളം ആളുകളെയും ഡിറ്റെയിൻ ചെയ്ത് കൊടുക്കുന്നു. ആ ഡിറ്റെയിൻ ചെയ്ത് CA കൊടുക്കുന്നു. CA അവരെ എല്ലാം കൊന്നു കളയുന്നു. ഇതാണ് ആദ്യത്തെ പുള്ളിയുടെ, അതിന് CA പുള്ളിക്ക് റിവാർഡ് കൊടുക്കുന്നു. രണ്ടാമത് പുള്ളിക്ക് കൊടുത്ത അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് അൻവർ അൽ അവാക്കി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ബോൺ ക്ലറിക്സ് ഉണ്ടായിരുന്നു, ഒരു മുസ്ലിം ക്ലറിക് ഉണ്ടായിരുന്നു. ഇദ്ദേഹം ലോകത്ത് മുഴുവൻ അമേരിക്കയെതിരായിട്ട് പ്രചരണം നടത്തി അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളും ബ്രിട്ടീഷ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കുമെതിരായി ഇയാൾ ആക്രമണം നടത്തി. ലണ്ടൻ ആക്രമണത്തിൻ്റെ പുറകിൽ ഇദ്ദേഹമാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഒട്ടേറെ ആക്രമണങ്ങളുടെ പുറകിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ ഈ അമേരിക്കൻ ഇൻ്റലിജൻസും ഈ ബ്രിട്ടീഷ് ഇൻ്റലിജൻസും അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ഒരു രക്ഷയില്ല ഇദ്ദേഹത്തെ കിട്ടാൻ. ഇദ്ദേഹം അമേരിക്കയിൽ നിന്ന് മുങ്ങിയിട്ട് യമനിൽ വന്ന് ഒരു റിമോട്ട് ഏരിയയിൽ ആരും അറിയപ്പെടാത്ത രീതിയിൽ ആണ് ജീവിക്കുന്നത്. ഇദ്ദേഹം പ്രത്യേകമായൊരു ഇമെയിൽ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അത് ആർക്കും പിടിക്കാത്ത പറ്റാത്ത രീതിയിൽ ഇമെയിൽ
അതിലൂടെയാണ് ഇദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ. പിന്നീട് ഇയാളുടെ സെർമൻസ് ഒക്കെ തന്നെ ഇദ്ദേഹം വീഡിയോ ആയിട്ട് പുറത്തു വിടുന്നു. അതോടൊപ്പം തന്നെ ലോകത്ത് മുഴുവൻ ഫണ്ട് കളക്ട് ചെയ്ത് അമേരിക്കയ്ക്കും ബ്രിട്ടീഷ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കെതിരെ ഇദ്ദേഹം നിരന്തരം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന് വലിയ തലവേദനയായി മാറി. അപ്പോൾ $10 മില്യൺ ആണ് അന്ന് ഈ ഇദ്ദേഹത്തിൻ്റെ തല, ഇദ്ദേഹത്തിൻ്റെ ഈ അൽവാക്കി എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ തലയ്ക്ക് അന്ന് നമ്മുടെ അമേരിക്കൻ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ഇദ്ദേഹം ഇതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് മുഹമ്മദിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു, പെണ്ണെന്ന് പറയുന്നത്. അപ്പോൾ ഈ അൽവാക്കിക്ക് പറയും ഒരു ബ്ലണ്ടഡ് ഹെയറും ബ്ലൂ ഐയും ആയിട്ടുള്ള, അതായത് ഒരു യൂറോപ്യൻ പെണ്ണിനെ പുള്ളിക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള സഹായം ചെയ്യണം. അപ്പോൾ എന്താണെങ്കിലും ഈ മോർട്ടൻ സ്റ്റോം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇങ്ങനെ ഒരു പെണ്ണിനെ, ക്രൊയേഷ്യക്കാരി ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് കൊടുക്കുന്നു. ആ പെണ്ണിനെ പോകുന്നതിന് മുമ്പ് CIA ഓസ്ട്രിയയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ CIA ഒരു സൂട്ട് കേസ് കൊണ്ട് കൊടുക്കുന്നു. ആ സൂട്ട് കേസിൻ്റെ ഹാൻഡിലിൽ ഇവരെ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, മിഷനറികൾ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ഈ പറയുന്ന പെണ്ണിനെ അൽവാക്കിക്ക് വേണ്ടി പറഞ്ഞ് യമനിലേക്ക് വിടുന്നു. പെണ്ണ് അവിടെ എയർപോർട്ടിൽ ഇറങ്ങുന്ന പോലെ CIA ഇവരെ പുറകെ നടന്ന് ചേസ് ചെയ്യുന്നു. അവസാനം ഫൈനലി ഈ അൽവാക്കിക്ക് നേരെ US ബോംബ് ചെയ്യുന്നു. അദ്ദേഹം കൊല്ലപ്പെടുന്നു. ഈ മോർട്ടൻ സ്റ്റോമിന് കിട്ടിയത് $2,50,000 ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തതിൻ്റെ പേരിൽ. 007 എന്ന് പറഞ്ഞ ഒരു സൂട്ട് കേസ് അദ്ദേഹത്തിന് കൊടുക്കുന്നു. അതിൽ $2,50,000 ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇസ്ലാം ഇദ്ദേഹത്തെ പൊക്കി പിടിച്ചുകൊണ്ട് ഇവിടുത്തെ ഈ ജിഹാദികൾ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കാലത്ത്, ഈ മോർട്ടൻ സ്റ്റോമിനെ പൊക്കി പിടിച്ചുകൊണ്ട്. കാരണം മോർട്ടൻ സ്റ്റോം എന്ന് പറയുന്ന യൂറോപ്യൻ ഇസ്ലാമിലേക്ക് വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആ ഇസ്ലാമിലേക്ക് വന്ന ആളാണ് ഈ പറയുന്ന യുഎസിനും ബ്രിട്ടനും ശക്തമായ ഇൻ്റലിജൻസ് നൽകി ഈ പറഞ്ഞ അൽഖ്വയ്ദയെ തന്നെ ഭൂമിയിൽ നിന്ന് ഇല്ലാതെയാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും കൺവെർട്ട് ചെയ്തു, ഇപ്പം ഇറ്റലിയിലെ നേപ്പിൾസിലാരെങ്കിലും കൺവെർട്ട് ചെയ്ത് പറഞ്ഞ് ഉസ്താദ് ക്ലാസ് എടുക്കുമ്പോൾ ഉസ്താദെ ഈ മോർട്ടൻ സ്റ്റോമിൻ്റെ കാര്യം കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം, അവരൊക്കെ എന്തിനു വരുന്നു, എന്തിനാണ് ഈ ഇസ്ലാമിലേക്ക് വരുന്നതെന്നും കൂടെ ഒന്ന് അന്വേഷിക്കണം. മനസ്സിലായോ? ഇനി ഇത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു മൈക്കിൾ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അതും ഡെൻമാർക്കിലാണ്. അദ്ദേഹം അവിടെ ഒരു 19 വയസ്സുകാരനായിരുന്ന ഒരാൾ. അദ്ദേഹം CNN-ലുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ CNN-ൻ്റെ അത് സെർച്ച് ചെയ്താൽ കിട്ടും. ഒരു മൈക്കിൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട് CNN-ൽ. അദ്ദേഹം ഇപ്പോൾ ഇസ്ലാമിലേക്ക് വന്നാൽ വലിയ സേവനമാണ്, വലിയ മഹത്തായ കാര്യമാണെന്നാണ് ഉസ്താദ് പറയുന്നത്. അപ്പോൾ ആ ഉസ്താദിനോട് പറയാനുള്ള ഇദ്ദേഹം ഈ മൈക്കിള് ഈ ഇസ്ലാമിലേക്ക് വന്നിട്ട് ലോകം മുഴുവൻ പോയുള്ള ഇസ്ലാമിക് ടെററിസ്റ്റ് ഓർഗനൈസേഷനിൽ പോയി ആളുകളെ കൊന്നു. എന്നിട്ട് തിരിച്ച് വന്ന് 12 വർഷം തടവിലായിരുന്നു. ഇപ്പോൾ എൻ്റെ സൈക്കിള് റിപ്പയർ ചെയ്യുന്ന ജോലിയായിട്ട് കഴിഞ്ഞു പിടിക്കൊണ്ടിരിക്കുക ഡെൻമാർക്ക്. അതുപോലെ ഇസ്ലാമിലേക്ക് വന്ന് വേറൊരാളാണ് നമ്മുടെ കൊച്ചിയിലുണ്ടായിരുന്ന ഒരാൾ, ഒരു ക്രിസ്ത്യൻ കൺവേർട്ട് ചെയ്ത് വന്നിട്ട് അദ്ദേഹത്തെ ബോർഡറിൽ വെടിവെച്ച് വന്നിട്ട് അതിൻ്റെ ബോഡി കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പോലും തയ്യാറായിരുന്നു ഉസ്താദിന് അറിയാമോ? അപ്പോൾ ഇസ്ലാമിലേക്ക് വന്നാൽ വളരെ മനോഹരമാണെന്ന് പറയുന്ന അത് വളരെ തെറ്റാണ്. അപ്പം അതുകൊണ്ട് ഉസ്താദ് ഇങ്ങനത്തെ വീഡിയോകൾ കാണിക്കുമ്പം ഈ മോർട്ടൻ സ്റ്റോമിൻ്റെയും ഒക്കെ ഉൾപ്പെടെ ഒരുപാട് പേരുണ്ട്, അവരുടെ വീഡിയോ കൂടെ കൂടി എടുത്ത് കാണും. ഇതൊന്നും നമ്മുടെ അടുത്ത് പുറത്ത് കാണിച്ച് നിങ്ങളെപ്പോലെ ഇങ്ങനെ തുണി പറിച്ച് കാണിച്ചുകൊണ്ട് നടക്കാത്തതിൻ്റെ കാരണം എന്താ അറിയോ? ഇതിനൊന്നും കാര്യമില്ല. കാരണം കൺവെർട്ട് ചെയ്യുന്ന മനുഷ്യർക്ക് അവരുടെ സ്വാതന്ത്ര്യമുണ്ട്. അത് കൺവെർട്ട് ചെയ്യാൻ എങ്ങോട്ട് വേണമെങ്കിലും കൺവെർട്ട് ചെയ്യാം. അല്ലാതെ ഈ പറയുന്ന ഉസ്താദ് പറയുന്ന പോലെ കൺവെർട്ട് ചെയ്യുന്നതിനെ കൊല്ലണമെന്ന് പഠിപ്പിക്കുന്ന മതമല്ല, സംസ്കാരമല്ല നമുക്ക് വേണ്ടത്. അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ആ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അവരെ അനുവദിക്കുക എന്നുള്ള വേണ്ടത്. അതുകൊണ്ടാണ് ഇതൊന്നും പൊക്കിപ്പിടിച്ച് വീഡിയോ എടുത്തിടാത്തതും അതുപോലെ തന്നെ ആളുകളെ കാണിച്ച് നിങ്ങളെ കളിയാക്കി നടക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് ഇത് കാണിക്കുമ്പം ബാക്കിയും കൂടെ കാണാൻ തയ്യാറായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് മനസ്സിലാക്കിക്കണം. താങ്ക് യു. ഇറാനിലെ ഒരു പെണ്ണ് കൺവെർട്ട് ചെയ്തു പാരീസിൽ വെച്ചൊരു ജൂത പെണ്ണ് കൺവെർട്ട് ചെയ്തിട്ട് ഇറാനിൽ പോയിട്ട് ഇറാനെ കംപ്ലീറ്റ് ഇൻ്റലിജൻസും കൊടുത്തത് ആ പെണ്ണാണ്. അവിടുത്തെ മിനിസ്റ്റേഴ്സിനെ, അവിടുത്തെ പ്രസിഡൻറ്റിനെ, അവിടുത്തെ മിലിറ്ററി കമാൻഡേഴ്സിനെ മുഴുവൻ അടച്ച് ഇസ്രായേൽ ബോംബിട്ട് വന്നത് ആ പെണ്ണിൻ്റെ ഇൻ്റലിജൻസിലാണ്. ആ പെണ്ണിനെ പൊക്കി പിടിച്ചുകൊണ്ട് നിങ്ങൾ നടന്നുണ്ടാവും. മനസ്സിലായോ? ആ പെണ്ണ് നീണ്ട കാലം 10-15 വർഷക്കാലം അവിടെ നിന്ന് ഇസ്രായേലിന് വേണ്ടിയുള്ള ഇൻ്റലിജൻസ് കളക്ട് ചെയ്ത് കൊടുത്ത് അവരെവിടെയാണ് അവിടുത്തെ പ്രസിഡന്റ് ഈ ഖുമൈനിയെ വിട്ടത്, ആ പെണ്ണിൻ്റെ ഇൻ്റലിജൻസിൽ ഈ ഖുമൈനിയെ വിടാൻ അമേരിക്ക പറഞ്ഞുകൊണ്ടാണ് വിട്ടത്, അല്ലെങ്കിൽ ഖുമൈനിയും കൂടെ തട്ടിക്കളങ്ങനെ. മനസ്സിലായോ? അപ്പോൾ ആ പെണ്ണിനെ നിങ്ങൾ പൊക്കി പിടിച്ചു നടന്നുണ്ടാവും ഒരു കാലത്ത്, ഈ കൺവെർട്ട് ചെയ്ത പെണ്ണെ. ഇനി എന്നാൽ നമുക്ക് ഉസ്താദിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് പോവാം. ആ രാജ്യത്തിന്റെ ഉള്ളിലുള്ള ചെറിയൊരു സംസ്ഥാനമായ കേരളത്തിന്റെ ഇട്ടാവട്ടത്തിൽ രാവും പകലും ഇസ്ലാമോഫോബിയയും ഇസ്ലാം മത വിദ്വേഷവും ഭീകരവാദ തീവ്രവാദ ആരോപണം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം മുരടിച്ചു പോകുമെന്ന നിങ്ങളുടെ ഈ മിഥ്യാധാരണ എന്നാണ് അവസാനിക്കുന്നത്? ആലോചിച്ച് നോക്കാൻ. ഇതുപോലെ സമാനമായ ഉദാഹരണങ്ങൾ കാണിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ? നിങ്ങൾ ഇത്രയൊക്കെ വെറുപ്പും ഇത്രയൊക്കെ വിദ്വേഷമൊക്കെ പടർത്തിയിട്ട് ഇതാരെ സ്വാധീനിക്കുന്നു? നിങ്ങൾ ഇസ്ലാമിന്റെ പ്രത്യേകതയെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഈ കണ്ട മനുഷ്യരൊക്കെ ഇസ്ലാമിലേക്ക് വന്നല്ലോ.
ഇതിനുശേഷം ഇവരുടെ ജീവിതം എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് അഡ്രസ് ചെയ്ത് നോക്ക്. കേരളത്തിൽ ഇസ്ലാം വിട്ടുപോയ ചില ആളുകളുണ്ട്. ഒന്ന് രാമസിംഹം, അറിയാം, അലി അക്ബർ, അദ്ദേഹത്തിന്റെ പൂർവാശ്രമത്തിലെ നാമധാനം, ജാമിദ, ആരിഫ് ഹുസൈൻ, ഇങ്ങനെയുള്ള ആളുകൾ എന്താണ് ഇന്ന് ചെയ്യുന്നത് എന്ന് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. ഈ ആരിഫ് ഹുസൈനും ജാമിദയും ഒക്കെ മതം വിട്ടുപോയി, അതുപോലെ നമ്മുടെ രാമസിംഹനുമൊക്കെ. എൻ്റെ പൊന്നു ഉസ്താദെ, അവരാരെങ്കിലും കൊല്ലാൻ പോയിട്ടുണ്ടോ? അവരെവിടെയെങ്കിലും ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടോ? അവർ വളരെ നന്നായി നല്ല എൻലൈറ്റഡ് ആയിട്ടുള്ള മനുഷ്യരാണ്. അവരിത് ഇസ്ലാം എന്ന് പറയുന്ന ഈ കാളകൂട വിഷയത്തെപ്പറ്റി നന്നായി പഠിച്ച് മനസ്സിലാക്കി ആളുകളെ പഠിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. അല്ലാതെ അവരാരെങ്കിലും കൊല്ലാൻ നടക്കുന്നുണ്ടോ? ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്ത് ഈ മോർട്ടൺ സ്റ്റോം ചെയ്തതുപോലെയും മൈക്കിൾ ചെയ്തതുപോലെയും അതുപോലെ ആ ബോർഡറിൽ പോയി ചാവാൻ പോയവരെയും അതുപോലെ എത്രയോ ആളുകൾ അവരെ ആരെങ്കിലും കൊല്ലാൻ നടക്കുന്നുണ്ടോ? അതുപോലെ ഇവരാരെങ്കിലും കൊല്ലാൻ നടക്കുന്നുണ്ടോ? ഇവരൊക്കെ അവരുടെ നിലയിൽ ആളുകളെ എൻലൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഉസ്താദ് അവരെ പറയരുത്. പിന്നെ ഉസ്താദ് അവരെ പറ്റി മോശം പറയരുത്. കാരണം അവരൊക്കെ നന്നായി ഇസ്ലാം പഠിച്ച ആൾക്കാരാണ് നിങ്ങളെക്കാൾ നന്നായിട്ട്. അതുപോലെ തന്നെ ഒരു ഖുദവി എന്ന് പറഞ്ഞൊരു പയ്യൻ, ആ ഖുദവി പഠിച്ച ആളാണ് കഴിഞ്ഞ പ്രാവശ്യം വന്ന എസൻസിൻ്റെ ഗ്ലോബലിൻ്റെ മീറ്റിങ്ങിൽ പ്രസംഗിച്ചത്. അപ്പോൾ ഇവരൊക്കെ മോശക്കാരാണ്. അവരാരെങ്കിലും നിങ്ങളെ ആരെങ്കിലും കൊല്ലാനോ പിടിച്ചു പറയാം. നിങ്ങൾ അവരെ കൊല്ലാനല്ലേ നടക്കുന്നത്, അല്ലാതെ അവർ നിങ്ങളെ കൊല്ലാൻ നടക്കുന്നുണ്ടോ? പിന്നെ നിങ്ങൾ എന്തിനാണ് അവരെ കുറ്റം പറയുന്നത്? ഈ പറയുന്ന ആളുകൾ എന്തെങ്കിലും രാഷ്ട്രവിരുദ്ധമായി എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രാഷ്ട്രത്തെക്കാൾ വലുത് ഇസ്ലാമാണ്, അവർക്ക് രാഷ്ട്രമാണ് വലുതെന്നല്ലേ വ്യത്യാസമുള്ളൂ, അല്ലാതെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഈ സൈസ് പൊട്ടത്തരങ്ങൾ പറയരുത് ഉസ്താദേ. കേൾക്കാം നമുക്ക് ഉസ്താദിനെ വീണ്ടും. ശേഷം ഇസ്ലാമിലേക്ക് വന്ന മനുഷ്യർ എന്താണ് ചെയ്യുന്നതെന്ന് അത് നിങ്ങൾ അനലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഉത്തരം വളരെ സിമ്പിളായിട്ട് കിട്ടും. എന്നെ തന്നെ സമീപകാലത്തായിട്ട് ഏകപക്ഷീയമായി ആക്രമിച്ചതിന്റെ കാരണം എന്തുകൊണ്ടാണ്? എന്നോടൊരു BJP നേതാവ് ഫോണിൽ വിളിച്ചു പറഞ്ഞു. എന്നോട് നല്ല ബന്ധമാണ് അദ്ദേഹം. ഞാൻ ഒന്നിച്ച് എന്നെടുത്ത ഫോട്ടോ ഒക്കെ ഉണ്ട്, സമയം പോലെ വിടാം. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അട്രാക്ട് ചെയ്യുന്നു ആളുകളെ. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ പങ്കുവെക്കുന്ന ആശയങ്ങളും ആളുകൾക്ക് അത് ദായകമായി തോന്നുന്നുള്ളതാണ്. ഇതാണ് പ്രശ്നം. അപ്പൊ നിങ്ങൾക്കും അങ്ങനെ ആളുകൾ അട്രാക്ട് ചെയ്യാൻ കഴിയുന്നില്ലേ? അപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു ആശയത്തെ ജനങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? ആദ്യം വേണ്ടത് ഇസ്ലാം പ്രചരണം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ സ്വാധീനം ജനങ്ങളിൽ നിന്ന് തടയണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ ആദ്യം മര്യാദക്ക് സംസാരിക്കാൻ പഠിക്കുക. മനുഷ്യരെ സ്വാധീനിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഹൃദയഭേദകമായി സംസാരിക്കാൻ കഴിയുക, മാന്യമായി സംസാരിക്കാൻ കഴിയുക. പപ്പടം പോലെ കൂടി നമുക്കൊന്ന് കേൾക്കാം. അതെ, വളരെ മാന്യമായി സംസാരിക്കുക എന്നുള്ളതാണ് ഉസ്താദേ. ക്രിസ്തു എന്ന വ്യഭിചാരപുത്രൻ എന്ന ടൈറ്റിൽ കൊടുത്തുകൊണ്ട് നിങ്ങൾ പ്രചരണം നടത്തിയിരുന്നു. അതായത് MM അക്ബറിൻ്റെ ദാവാപ്രവർത്തകർ പ്രചരണം നടത്തിയിരുന്നു. മദ്യം വിളമ്പുന്ന യേശു, മാതൃബഹുമാനമില്ലാത്ത യേശു, കളവ് പറയുന്ന യഹോവ, ഹിന്ദുക്കൾ ബഹുദൈവ വിശ്വാസികൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളെ അപമാനിക്കുന്ന രീതി നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഈ കേരളത്തിൽ എന്നാണ് ഇസ്ലാം വിമർശനം ആരംഭിച്ചത്? ഞാനൊക്കെ 2000 ഒരു പുസ്തകം മേടിച്ച്, ഖുറാൻ പുസ്തകം മേടിച്ച് വായിച്ചതാണ്. 2000 വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിക്കുന്ന കാലത്താണ് ഞാനൊരു പുസ്തകം മേടിച്ച് വായിച്ചത്. ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ തിന്മകളും, അതോടൊപ്പം തന്നെ അന്യമത വിരോധവും ബഹുദൈവ വിശ്വാസികളോടുള്ള സമീപനവും ക്രിസ്ത്യാനികളോടും ജൂതനോടുള്ള വിരോധവും എല്ലാം വായിച്ചിട്ട് അതെല്ലാം അണ്ടർലൈൻ ചെയ്ത് കൃത്യമായി നോട്ട് എഴുതി എൻ്റെ ഖുറാനിൽ വെച്ചിട്ടുള്ള ആളാണ്. അന്ന് ഇതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല. അതിനുശേഷം നിങ്ങൾ ജോസഫ് സാറിൻ്റെ കൈവെട്ടി. അന്നും നമ്മൾ തെറ്റിദ്ധരിച്ചു, ഈ ജോസഫ് സാർ എന്തോ വലിയ തെറ്റ് ചെയ്യുന്ന ആദ്യം വിചാരിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്തുത മനസ്സിലായി. ആ പുസ്തകം വിളിച്ച് ഉസ്താദ് ഇളിക്കുന്ന ഞാൻ കണ്ടായിരുന്നു. ആ പുസ്തകം പിടിക്കുന്ന ഏതൊരു വീഡിയോ എനിക്ക് നിങ്ങൾ ആരാന്ന് അറിയത്തില്ല, ഇളിച്ചുകൊണ്ട് സംസാരിക്കുക. അപ്പം നിങ്ങൾ ഒരു പൊട്ടൻഷ്യൽ ജിഹാദിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി അതിനുശേഷം പിന്നെ എന്നാണ് ആളുകൾ ഈ വിമർശനം? ഞാൻ ഈ ഇസ്ലാമിനെ വിമർശിക്കാൻ തുടങ്ങി എന്നാണെന്ന് ഉസ്താദിന് അറിയാമോ? ഈ ഞാൻ ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന ആളാണ്. ലണ്ടൻ ബ്രിഡ്ജിൽ 2 കേംബ്രിഡ്ജ് വിദ്യാർത്ഥികളെ ഒരു ജിഹാദി തോറ മലകളിൽ പോയി ഇസ്ലാം പഠിച്ചിട്ട് വന്നിട്ട് കുത്തിക്കൊന്നു. ആ 2 പിള്ളേരെ കുത്തിക്കൊന്ന കാരണം കൊണ്ടാണ് ഞാൻ ഇസ്ലാമിനെ വിമർശിക്കാൻ തുടങ്ങി. കാരണം എന്ന് വെച്ചാൽ അത് എൻ്റെ കുട്ടികളുടെയും പ്രായമുള്ളവരാണ്. മനസ്സിലായോ? നിങ്ങളുടെ ഈ ഭ്രാന്ത് ഈ സമൂഹത്തിന് ലോകത്തിന് ഒരു സംഭാവന ചെയ്യുന്നില്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ഈ മുഹമ്മദ് എന്ന് പറഞ്ഞ ആൾ ജനിച്ച സ്ഥലം ഈ സൗദി അറേബ്യയിലാണ്. അവിടുന്ന് ഒരു മൊട്ടുസൂചി കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും ഒരു സയൻസ് ഉണ്ടായിട്ടുണ്ടോ? അതിൻ്റെ അടിയിൽ കിടന്ന പെട്രോൾ പോലും ആണുങ്ങൾ വന്ന് കണ്ടുപിടിച്ച് തന്നിട്ടുള്ളേ. ഇന്ന് ഈ പെട്രോൾ ഓർഡറിൻ്റെ വില ഈ ഓസ്ട്രിയയിൽ വെച്ച് അടിയുണ്ട് 1700 പുറകോട്ട് പോയ ഇസ്ലാം പിന്നീട് ഇന്ന് പെട്രോൾ ഡോളറിൻ്റെ ബലത്തിൽ വന്ന് ഈ മധ്യപൂർവ്വദേശത്ത് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, ലോകം മുഴുവൻ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രശ്നത്തെ ഇസ്ലാം എന്ന് പറയുന്ന ആ പ്രശ്നത്തെ അതിശക്തമായി എങ്ങനെ നേരിടുമെന്ന് ഇസ്രായേൽ കാണിച്ചിട്ടുണ്ട്. ഇതോടുകൂടി ഇസ്ലാം എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ആത്യന്തികമായ പരാജയം ഉണ്ടാകാൻ പോകുന്നത്. കാരണം അവിടെ അള്ളാഹുവിൻ്റെ വഖഫ് ഭൂമി പിടിക്കാനാണ് അവർ പോയത്. അതാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത്. ആ വഖഫ് ഭൂമി പിടിക്കാൻ പോയിട്ട് 51% ഭൂമി ഇന്ന് ഇസ്രായേൽ പിടിച്ചുകൊണ്ട് പോയി. അവിടെ ഉള്ളവരെ മൊത്തം ഈ പറഞ്ഞ തീവ്രവാദികളെ കൊന്നൊടുക്കി. അവർ ഇനി ആയുധം താഴെ വെക്കാതെ നിവൃത്തിയില്ല. മനസ്സിലായോ? ആയുധം താഴെ വെച്ചില്ല, ഇസ്രായേൽ താഴെ വെപ്പിക്കും.
അതിന് തർക്കമൊന്നുമില്ല, അവർ പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല എന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ അള്ളാഹുവാണ് അവിടെ പരാജയപ്പെടുന്നത്, മുഹമ്മദാണ് അവിടെ പരാജയപ്പെടുന്നത്. കാരണം മുഹമ്മദ് പറഞ്ഞു അവിടെ നിന്ന് ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ യഹൂദനെയും ക്രിസ്ത്യാനെയും അവിടെ നിന്ന് ഓടിക്കുമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ യുദ്ധം നടക്കുന്നത്. ഇന്നിപ്പോൾ ഞാനൊരു വീഡിയോ ഇതിൻ്റെ അടിയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു മൊറോക്കൻ മുസ്ലിം പറഞ്ഞേക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ. അതായത് ഈ അറബ് എന്ന് പറയുന്ന ഐഡിയോളജി, അറബുകളുടെ ഐഡിയോളജി ഉണ്ടെന്ന് ഇസ്ലാമിൽ നിന്ന്, അത് ഇസ്രായേൽ എന്ന രാജ്യത്തെ സെൻട്രിസ്റ്റായിട്ട് നിലനിർത്തിക്കൊണ്ട് ശത്രുത പകർത്ത് നമ്മളുടെ എല്ലാ പരാജയങ്ങളുടെയും കാരണം ഇസ്രായേലാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് അവിടെയുള്ള മനുഷ്യരെ വലിയ ഡീമനൈസ് ചെയ്ത് ആ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്ത് ഇന്ന് അറബിൻ്റെ സ്ഥിതി എന്നാന്ന് വളരെ കൃത്യമായി സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ ആ വീഡിയോ ഇതിൻ്റെ അടിയിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഉസ്താദ് പറഞ്ഞത് എത്രമാത്രം പൊട്ടത്തരമാണ് എന്നുള്ളത് ഉസ്താദിന് മനസ്സിലാവും. ഇനി ഇസ്ലാം ആളുകളെ ആകർഷിക്കുന്നു. മീനാക്ഷിപുരം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഒരു സ്ഥലത്ത് പണം കൊടുത്ത് ഇസ്ലാം കൺവേർട്ട് ചെയ്തിട്ട് പിന്നീട് തിരിച്ച് കൺവേർട്ട് ചെയ്ത് ഉസ്താദിന് അറിയാമോ? അതുപോലെ ഇവിടെ UP-യിൽ ഒരു ബ്രാഹ്മണന് ഇത്ര റേറ്റ്, ഒരു ശൂദ്രന് ഇത്ര റേറ്റ് എന്ന് പറഞ്ഞ് പണം കൊടുത്ത് കൺവേർട്ട് ചെയ്ത് വിവരം പുറത്തു വന്ന് അറിഞ്ഞായിരുന്നോ? അപ്പോൾ അതുകൊണ്ട് മാന്യമായി സംസാരിക്കാമെന്ന് പറഞ്ഞു. മാന്യമായി സംസാരിക്കാൻ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തെറി പറയുന്നത് നമ്മളിപ്പോൾ ഈ ക്ലബ് ഹൗസ് ചർച്ചയിലൊക്കെ ശ്രദ്ധിച്ചറിയാം, ഏറ്റവും കൂടുതൽ തെറി പറയുന്നത് ഇസ്ലാമിസ്റ്റുകളാണ് മാന്യമായി സംസാരിക്കുന്ന പറഞ്ഞാൽ. അപ്പോൾ മാന്യമായി സംസാരിക്കാൻ ഒരു ട്രെയിനിങ് തന്നെ നിങ്ങൾക്ക് വേണം, മനസ്സിലായോ? പിന്നെ നിങ്ങളുടെ ഈ മുഹമ്മദ് എന്ന് പറയുന്ന കഥാപാത്രം തന്നെ ഇന്ന് അപ്രസക്തമായി. ഞങ്ങൾ ക്ലബ് ഹൗസ് ചർച്ചയിൽ ഒരു ദിവസം ഹാരിസ് മദനിയോട് ഒറ്റ ചോദ്യം അനിൽ കൊടുത്തോടെന്ന് ചോദിച്ചുള്ളൂ, മുഹമ്മദ് അൽനമീനാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഹബ്സയോട് നുണ പറഞ്ഞ് മാരിയത്ത് കിബിത്തി എന്ന് പറഞ്ഞ അടിമയെ ഭോഗിച്ചത് എന്നുള്ള ചോദ്യം, ഹബ്സയുടെ കട്ടിലിട്ട് ഭോഗിച്ചത് എന്നുള്ള ചോദ്യത്തിന് ഒരക്ഷരം പറയാതെ കണ്ടം വഴി ഓടുകയത്, മനസ്സിലായോ? അപ്പം ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ മതം എന്ന് പറയുന്നത് ഒരു 5 നല്ല കാര്യങ്ങൾ മുഹമ്മദിൻ്റെ പറയുകയാണെങ്കിൽ 5 ലക്ഷം രൂപ തരാമെന്നാണ് മറ്റേ ഇവർ പറഞ്ഞേക്കുന്നത്. ഒരു പിന്നെ ട്രൂത്ത് ഫൈറ്റേഴ്സ് പറഞ്ഞേക്കുന്നത് 5 ലക്ഷം രൂപ തരാണ്. ഇനി ഉസ്താദിന് ധൈര്യം ഉണ്ടെങ്കിൽ ഉസ്താദ് മുഹമ്മദിനേക്കാൾ മോശക്കാരനാണെന്ന് തെളിയിച്ചാൽ മതി. മുഹമ്മദാണല്ലോ നിങ്ങളുടെ ശ്രേഷ്ഠനായിട്ടുള്ള ആൾ. തെളിയിച്ചാൽ അവർ 22 ലക്ഷം രൂപ വരും. ഞാൻ അനിൽകുമാർ അയ്യപ്പനെ വിളിച്ചാൽ മതി, 22 ലക്ഷം രൂപ വരും. അതായത് ഉസ്താദ് മുഹമ്മദിനേക്കാൾ മോശക്കാരനാണെന്ന് തെളിയിക്കണം. മുഹമ്മദാണല്ലോ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞത്. അപ്പം മുഹമ്മദ് ഉസ്താദും കൂടെ എടുത്തു വെച്ചാൽ ഉസ്താദ് മുഹമ്മദിനേക്കാൾ നല്ലവൻ ഉസ്താദായിരിക്കും. കാരണം മുഹമ്മദ് ചെയ്തിട്ടുള്ള പണിയൊന്നും ഉസ്താദ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് 22 ലക്ഷം രൂപ വരും. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന മതത്തിൻ്റെ ഈ യാഥാർത്ഥ്യങ്ങൾ പൊളിച്ചു പറയുമ്പോൾ പൊള്ളിയിട്ട് കാര്യമില്ല. പിന്നെ ക്രിസ്ത്യൻ തലമുറ, ഇനി ഉസ്താദ് കുറേ കാര്യങ്ങൾ പറയണ്ടായിരുന്നു, അതെല്ലാം മുഴുവൻ കേൾപ്പിക്കാൻ പറ്റില്ല. ക്രിസ്ത്യൻ തലമുറ പള്ളി വിട്ടു പോകുന്നു. ഉസ്താദ് ആ ഇറാനിൽ എന്തുകൊണ്ടാണെന്നറിയാം ഇമാതിരി ഇൻ്റലിജൻസ് ഈ ഇസ്രായേലിന് കിട്ടിയിരിക്കുന്നത്? ഇസ്രായേലിന് കിട്ടാൻ കാരണം എന്ന് പറയുന്നത് അവിടെ മനുഷ്യർ മതം കൺവേർട്ട് ചെയ്യുകയും മോസ്കിൽ നിന്ന് ഒഴിവാകുകയും ചെയ്തു. അതിൻ്റെ സ്റ്റാറ്റിക്സ് ഇൻ്റർനെറ്റിൽ കിടപ്പുണ്ട്. ഇനി ഉസ്താദ് വേറെ കാര്യം തരുന്നുണ്ട്, പ്യൂർ റിസർച്ചിനെ പറ്റി പ്യൂർ റിസർച്ച് കൊണ്ട് ഉസ്താദ് ഈ ഇസ്ലാം ഭയങ്കരമായിട്ട് വളരുകയാണെന്നാണ് ഈ വീഡിയോ പറയുന്നത്. ഈ പ്യൂർ റിസർച്ചിൻ്റെ റിപ്പോർട്ട് ചെയ്യാമെന്ന് വായിക്കാം. മുസ്ലിം ഹയർ ഫെർട്ടിലിറ്റി എന്തുകൊണ്ടാണ് ഞാൻ എന്ന് അടിച്ചു ചോദിക്കുക. അതായത് വൈ ഇസ്ലാമിക് പോപ്പുലേഷൻ ഈസ് ഗ്രോയിങ് ഇൻ ദ വേൾഡ് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് പറഞ്ഞേക്കുന്നത്. According to Pew Research Center, the main drivers of the rapid growth of the global Muslim population are simple demographic. Muslims have a higher fertility rate. Children per woman averaging 2.9 2015 and 2020. And the average is significantly younger maiden age 24. അതായത് നിങ്ങൾ ഈ പ്രസവ ജിഹാദ് എന്ന് പറഞ്ഞ സംഭവം നടന്നുകൊണ്ടെന്ന പ്യൂർ റിസർച്ച് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ അത് കൺവേർഷൻ്റെ വളരെ ചെറിയ എലമെൻ്റ് ഉള്ളതാണ് പറഞ്ഞേക്കുന്നത്. കൺവേർഷൻ്റെ ചെറിയ എലമെൻറ്റ് പോലും മറ്റ് മതങ്ങൾ വെച്ച് നോക്കുമ്പോൾ കൺവേർഷനിലും ഇസ്ലാമിലേക്ക് ആളുകൾ വരുന്നത് ഒട്ടും വ്യത്യാസമില്ല, മനസ്സിലായോ? ഇത് പ്യൂർ റിസർച്ച് തന്നെ പറഞ്ഞിട്ടില്ല. ഉസ്താദ് താഴോട്ടൊന്ന് വായിച്ചു നോക്ക്. അപ്പോൾ അതിൻ്റെ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രസവ ജിഹാദ് കൊണ്ട് വളർത്തിയിട്ട് ഈ നാട് മുഴുവൻ ഇസ്ലാം വളരുന്നു എന്നുള്ള പൊട്ടത്തരം പറഞ്ഞു നടക്കരുത്. പിന്നെ മനുഷ്യൻ്റെ നന്മയെപ്പറ്റി പറയാമെന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ ഈ മനുഷ്യൻ്റെ നന്മയെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ? ബഹുദൈവ വിശ്വാസികൾ നിങ്ങൾ എന്താ പറഞ്ഞേക്കുന്നത്? അവർ നജസാണെന്നല്ലേ പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ഏത് മനുഷ്യൻ്റെ നന്മയെ പറ്റിയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്? അതുപോലെ ബഹുദൈവ വിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അവൻ കീഴടങ്ങി ജസിയ കൊടുക്കുന്നതിന് വരെ ഒരുത്തനോട് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ എവിടെയാണ് മാനവീയത പഠിപ്പിക്കുന്നത്? പിന്നെ നിങ്ങൾ അപരമത വിശ്വാസം, ഈ ഖുർആനിലുള്ളിടത്തുള്ള അപരമത വിശ്വാസം വേറെ എവിടെയെങ്കിലും ഉണ്ടോ? വേറെ എവിടെയെങ്കിലും ഉണ്ടെന്ന് ഉസ്താദിന് അറിയാമോ? കാരണം ഇത്രമാത്രം അന്യമതസ്ഥരെ വെറുക്കുന്ന ഒരു മതമുണ്ടോ? ഇസ്ലാമിന് പുറത്ത് വേറൊരു മനുഷ്യനായി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അപ്പോൾ ഇസ്ലാമിലേക്ക് വരുന്നവർക്ക് ഈ പറയുന്ന മാനവികതയും ബ്രദർഹുഡും ഒക്കെ ഉണ്ട്. അതൊഴിച്ചാൽ വേറെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ ഈ ആളുകളെ പറ്റിക്കുന്ന പരിപാടി നിർത്തണം. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ഒരു കാളകൂട വിഷമാണ്. ആ കാളകൂട വിഷത്തെ ഇന്ന് യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്നത്, അതായത് തൊണ്ടയിലേക്ക് സ്വീകരിച്ചിട്ടുള്ള ഇസ്രായേലാണ്. ഇസ്രായേൽ കൃത്യമായി അതിന് മറുപടി പറയുന്നുണ്ട്.
അതിൻ്റെ ആ മറുപടിയാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ റിവർ ടു സീ മുദ്രാവാക്യം വിളിച്ച് റിവർ ടു സീ പാലസ്തീൻ ഫ്രീ എന്ന് പറയുന്നു. അതുപോലെ നിങ്ങൾ ഉസ്താദ് പോയി ഒന്ന് 1988-ലും 2017-ലും 2 ഡിക്ലറേഷൻ ഉണ്ട് ഹമാസിൻ്റെ. അത് എന്തിനു വേണ്ടിയാണ് ഹമാസ് യുദ്ധം ചെയ്യുന്നത്? ഇസ്ലാമിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അവിടെ അല്ലാത്ത പാലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയല്ല. പാലസ്തീൻ കോസ് പോലും ഈ അടുത്ത കാലത്താണ് ഉണ്ടായത്. അതുപോലെ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന മെയിൻ ഫോക്കൽ പോയിന്റ് വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ ഏകാധിപതികളും ഈ പറഞ്ഞ ജനങ്ങളെ സംഘടിപ്പിച്ച് നിർത്തിയേക്കുന്നത്. അത് ഫെയിലിയർ ആയെന്ന് ഞാൻ ഇതിൻ്റെ അടിയിലൊരു വീഡിയോ, ഒരു വിവരമുള്ള ഒരു മൊറോക്കൻ ആയിട്ടുള്ള ഒരാൾ പറഞ്ഞേക്കുന്നത് ഞാൻ ഈ വീഡിയോയുടെ അടിയിലിടുന്നുണ്ട്. ഉസ്താദ് ഒന്ന് കേട്ട് നോക്ക്. അതുകൊണ്ട് വന്ന് പഠിപ്പിക്കുമ്പം ഈ പറഞ്ഞ കുറച്ച് ആധുനിക കാര്യങ്ങളോട് പഠിക്കുക, അല്ലാതെ ഖുറാൻ്റെയും മദ്രസയിലെ ബോധം കൊണ്ട് മാത്രം ഇന്ന് ലോകത്തെ ഉസ്താദിന് പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സൈസ് ഊളത്തരങ്ങളൊക്കെ നിർത്തിയിട്ട് കുറച്ചുകൂടെ ഒബ്ജക്റ്റീവായി ചിന്തിക്കാനുള്ള മനസ്സുണ്ടാകട്ടെ. താങ്ക് യു.